ഹലോ, ഹബീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി ചിക്കൻ പോളയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇത് വെറൈറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് മൈദയോ ഓയിലോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം. അതിനാദ്യം തന്നെ ഒരു ബൗളിലോട്ട് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലോണം ഒന്ന് കഴുകണം. ഒരു 2-3 വട്ടം കഴുകിയിട്ട് നമുക്ക് ഈ അരി ഒന്ന് വെള്ളത്തിൽ കുറച്ച് ടൈം ഇട്ടേക്കാം. ഒരു 2-3 മണിക്കൂർ ഇട്ടേക്കാം. ഇനി 4 മണിക്കൂറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതങ്ങനെ അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിതാ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കന് എല്ലോട് കൂടി ചിക്കനായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ വേവിച്ചതിന് ശേഷം എല്ല് മാറ്റിയാൽ മതി. അതിന് ഞാൻ അതിലോട്ട് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, പിന്നെ ഒരു ഇത്തിരി ഗരം മസാല അല്ലെങ്കിൽ ചിക്കൻ മസാല ഏതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ആ കയ്യിൽ ഒരു സ്പൂണോളം വെള്ളമാക്കിയിട്ട് ഒന്ന് കുടഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 3 വിസിലോളം വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറിന് ശേഷം ഞാനിതാ അരി അരക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ അരി മിക്സിയുടെ ജാറിലോട്ട് മാറ്റുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് ഒരു 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലോട്ട് ഉപയോഗിക്കുന്നത് തേങ്ങാപ്പാലാണ് കേട്ടോ. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ രാവിലെ തന്നെ പിഴിഞ്ഞെടുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. അപ്പോൾ ചെറുതായിട്ട് കട്ട പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മിക്സിയിൽ അരക്കുമ്പോൾ ശരിയായിക്കോളും. അങ്ങനെ ഞാനിതാ ഇത് തേങ്ങാപ്പാലിൽ മാത്രമാണ് ഇട്ടത് അരച്ചെടുക്കേണ്ടത്. വെള്ളം യൂസ് ചെയ്യാൻ ചെയ്യരുത്. അങ്ങനെ ഇതാ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കട്ടിയുണ്ട്. അപ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിൽ ഒന്നും കൂടി ആ തേങ്ങാപ്പാൽ അടിച്ചെടുത്തിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3-4 സ്പൂണോളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മാവ് നല്ല കട്ടി തോന്നുകയാണെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അല്ലാതെ വെള്ളം യൂസ് ചെയ്യണ്ട. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഇവിടെ മാറ്റി വെച്ച് ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനിതാ വലിയ ഉള്ളിയും പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ വല്യുള്ളി ആണെങ്കിൽ 2 ചെറുതാണെങ്കിൽ 3 എടുത്തതാണ് കേട്ടോ. അങ്ങനെ 2 പച്ചമുളകും ചെറുതാക്കി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ട് ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് വഴന്ന് വരുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. 1 സ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ അതിന് ശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നിങ്ങോട്ട് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1-2 മിനിറ്റ് മാത്രം. അതിന് ശേഷം തുറന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ കുറച്ച് കറിവേപ്പിൻ്റെ ഇല അരിഞ്ഞതും, അതുപോലെ മുളക് പൊടി ഒരു 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂണ്, പിന്നെ ഗരം മസാല ഒരു 1/4 സ്പൂണോളം കൂടി ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം ഞാൻ ചിക്കൻ വേവിച്ചതിൽ ഒരു 2-3 സ്പൂണ് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ നമ്മളെ ചിക്കന് ക്രഷ് ചെയ്തതും കൂടി ഇതിലോട്ട് ഇട്ടെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഈ ഒരു പോള ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ മൈദ ഇട്ട് ഉണ്ടാക്കണേക്കാട്ടിയും ടേസ്റ്റ് ഈ ഒരു പോളക്കാണ് കേട്ടോ. അരി അരച്ചുണ്ടാക്കണ ഈ ഒരു പോളക്ക്. ഇതിൽ നമ്മൾ മൈദയോ അതുപോലെ ഓയിലോ ഒന്നും അധികം യൂസ് ചെയ്യുന്നില്ല കേട്ടോ.
മൈദയിട്ടാകുമ്പോൾ ഒരു 1/4 കപ്പോളൊക്കെ ഓയിൽ ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതിന് ശേഷം ഞാനിത് അതിലോട്ട് മല്ലിച്ചപ്പും കൂടെ ചേർത്തെടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ മസാല ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഉണ്ടാക്കാൻ നോക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ച മാവുണ്ടല്ലോ, അത് ഇതിലോട്ട് പകുതിയോളം ഒഴിച്ച് കൊടുക്കട്ടോ. ഇനി അത് കുറച്ചൊരു 6-7 കൈയിലോളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലക്കൂട്ട് ഇതേപോലെ നടുക്കെ വെച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെയറായിട്ടും ഇത് ഉണ്ടാക്കിയെടുക്കാം. ഞാനൊരൊറ്റ പ്രാവശ്യം നടുവിൽ മാത്രമേ വെച്ചെടുത്തിട്ടുള്ളൂ, ഒരൊറ്റ ലെയറിലേ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ ലെയറാണെന്നുണ്ടെങ്കിൽ മാവ് ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷമാണ് നമ്മളെ മസാല ഇട്ടെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള മാവും കൂടി ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ മാവെല്ലാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു തക്കാളി ഇതേപോലെ റൗണ്ടിൽ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഇട്ടെടുക്കാം. അതല്ലെങ്കിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്നും കൂടി ടേസ്റ്റ് ക്യാപ്സിക്കം ആയിരിക്കും. ഞാൻ ക്യാപ്സിക്കം ഇവിടെ ഇല്ലാത്തതുകൊണ്ട് തക്കാളി ഇട്ടെടുത്തതേ. പിന്നെ അതുപോലെ കുറച്ച് ബാക്കി മസാലയും കൂടി ഉണ്ടായിരുന്നു, അതും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടച്ച് വെക്കുകയാണ്. ഈ അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ അരികൊക്കെ ഇതേപോലെ വിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. 20 മിനിറ്റ് തന്നെ വേണമെന്നില്ല. അതിൻ്റെ ഇടയിലൊന്ന് തുറന്ന് നോക്കിക്കൊണ്ട് ഉള്ളൊക്കെ ഒന്ന് വെന്തുക്കളൊന്ന് കുത്തി നോക്കുക. ഇനി നമുക്കിത് അതൊന്നും ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതൊരു വലിയൊരു ടാസ്ക് തന്നെയാണ് ഈ തിരിച്ചിട്ട് കൊടുക്കൽ. ഇനി അതേ പാനിലോട്ട് തന്നെയാണ് കേട്ടോ, അല്ലെങ്കിൽ വേറൊരു പാനക്ക് മാറ്റിയാലും മതി തിരിച്ചിടുമ്പോൾ. ഞാനിപ്പോൾ ഇത് ഇതേപോലെ തന്നെയാണ് കാട്ടുന്നത്. ആ ഒരു പാനക്ക് തന്നെയാണ് ഇത് ഇട്ടെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചെറുതായിട്ടൊരു കുഴി വന്നിട്ടുണ്ട്. അത് നമ്മൾ മാവ് വയ്ക്കുമ്പോൾ ബബിൾസ് വന്നിരുന്നു, അത് പൊട്ടിച്ചു കൊടുക്കാത്ത കാരണമാണ് ഇങ്ങനെ കുഴിയായി നിന്നത്. തിരിച്ചിട്ടതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അരിയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. പിന്നെ തേങ്ങാപ്പാലിനെ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ നോക്കുക. നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത്. ബായ്, അസ്സലാമു അലൈക്കും, താങ്ക് യു.